ഹലോ ഫ്രണ്ട്സ്, കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്ന ബാച്ചിലറായിട്ടുള്ള മലയാളികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഒരു അവിയൽ ഉണ്ടാക്കണം. ഇതാണ്ടേ, നമുക്ക് അത്യാവശ്യം കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പയർ, അതുപോലെ തന്നെ വഴുതനങ്ങ, പിന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഉള്ള, പിന്നെ ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായ ചേർക്കാം, നമുക്ക് എന്താ പറയുന്നത് കുമ്പളങ്ങ ചേർക്കാം. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ചേർക്കുക. പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്ന കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഓക്കെ, ഉണ്ടാക്കാനുള്ള ആദ്യപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ്, പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് പിന്നെ അരപ്പ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരമ്മിയത്, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇതിനാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ അതിലേക്ക് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളക്, ചുവന്നുള്ളി, ജീരകം ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ക്രഷ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിൽ ചിലർക്ക് പിന്നെ ഒരല്പം ഗ്രേവി പോലെ വെള്ളമയം ഉണ്ടെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഗ്രേവി ആയിട്ട് വയ്ക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തിന് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. ഇത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, തൈരൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അവസാനമായി ചേർക്കേണ്ടത് കുറച്ച് സ്വല്പം വെളിച്ചെണ്ണയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയാണ്.